Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 18 ബുധനാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ ചർച്ചയിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പ്രധാന വിഷയമായി. ഗൾഫ് രാജ്യങ്ങളുടെയും ബഹ്റിൻ്റെയും സുരക്ഷയ്ക്ക് ട്രംപ് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ഇറാന്റെ ശത്രുതാപരമായ നീക്കങ്ങളെ അപലപിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നേതാക്കൾ തീരുമാനിച്ചു. അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് രാജാവ് നന്ദി രേഖപ്പെടുത്തി. ഹോർമുസ് ഇടയ്ക്ക് ഉൾപ്പെടെയുള്ള സുപ്രധാന സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും ആഹ്വാനം ചെയ്തു. ബഹ്റിനിൽ നടന്ന ഉന്നതതല ചർച്ചയിൽ മേഖലയിലെ ഇറാന്റെ കടന്നുകയറ്റങ്ങളെയും ആക്രമണങ്ങളെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനും സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനും പരസ്പര പിന്തുണയും ഐക്യദാർഢ്യവും അവർ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സമാധാനത്തിനായി സമുദ്രപാതകൾ സംരക്ഷിക്കേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ഇറാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ അന്തരീക്ഷത്തിലോ ജലാശയങ്ങളിലോ അസാധാരണമായ തോതിൽ റേഡിയേഷൻ കണ്ടെത്തിയിട്ടില്ലെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് രാജ്യത്തുടനീളം 24 മണിക്കൂറും നിരീക്ഷണം തുടരുന്നുണ്ടെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൗൺസിൽ അഭ്യർത്ഥിച്ചു. ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ പ്രതിരോധ സേന വിജയകരമായി നേരിടുന്നതായി ജനറൽ കമാൻഡ് അറിയിച്ചു. ഇതുവരെ 130 മിസൈലുകളും 234 ഡ്രോണുകളും സൈന്യം തകർത്തു. സൈനിക നടപടികൾ പകർത്തുന്നതിനും അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും ജനങ്ങൾക്ക് വിലക്കുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സൈന്യം വ്യക്തമാക്കി. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ നഴ്സിംഗ് തസ്തികകളിൽ പൂർണ്ണമായും സ്വദേശികളെ നിയമിക്കാൻ 5 മുതൽ 10 വർഷം വരെ വേണ്ടിവരുമെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ CEO മറിയം അൽ ജലാമ. നിലവിൽ 1500-ലധികം വിദേശി നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിവർഷം 200 സ്വദേശി നഴ്സുമാർ മാത്രമാണ് ബിരുദം നേടി പുറത്തിറങ്ങുന്നത്. ഈ കുറവ് പരിഹരിച്ച് ചികിത്സാ നിലവാരം ഉറപ്പാക്കി ഘട്ടം ഘട്ടമായി മാത്രമേ സ്വദേശീവൽക്കരണം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് അവർ പാർലമെന്റിനെ അറിയിച്ചു. ബഹ്റിൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് സൗദിയിലെ ദമാം വഴി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ കസ്റ്റംസ് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് BKS നവഭാരത് തുടങ്ങിയ സംഘടനകളും ഗൾഫ് എയറും അറിയിച്ചു. 30,000 സൗദി റിയാലിൽ കൂടുതൽ മൂല്യമുള്ള പണമോ സ്വർണമോ വെളിപ്പെടുത്തണം. 2 ലാപ്ടോപ്പിൽ കൂടുതൽ കൊണ്ടുപോകരുത്. മദ്യം, ലഹരി വസ്തുക്കൾ, വിഗ്രഹങ്ങൾ തുടങ്ങിയവയ്ക്ക് കർശന നിരോധനമുണ്ട്. ഒരാളുടെ പക്കൽ നിന്ന് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയാൽ മുഴുവൻ യാത്രക്കാരുടെയും യാത്രയും വിമാനത്തിന്റെ സമയക്രമവും തടസ്സപ്പെടുമെന്നും സംഘാടകർ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൈത്താങ്ങാകുന്ന നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ്. സ്ഥാപനങ്ങളുടെ വൈദ്യുതി, ജലം, മുനിസിപ്പൽ ചാർജുകൾ എന്നിവ താൽക്കാലികമായി ഒഴിവാക്കാനുള്ള അടിയന്തര പ്രമേയമാണ് MPമാർ അംഗീകരിച്ചത്. പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിലൂടെ വിപണിയിൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം തടയാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇറക്കുമതി നികുതികളിലും മറ്റ് ഇളവ് നൽകി വ്യാപാരികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. Lulu Money. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
ഈജിപ്തിലെ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 28 വയസ്സുകാരി സാറ അബ്ദുൽ ഹമീദ് ദഷ്തിക്ക് ബഹ്റിൻ പാർലമെന്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. MP സൈനബ് അബ്ദുൽ അമീറിന്റെ അഭ്യർത്ഥന പ്രകാരം മൗനമാചരിച്ചും ഖുർആൻ പാരായണം ചെയ്തുമാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വീരപുത്രിയായ സാറയുടെ പേര് ഔദ്യോഗിക രേഖകളിൽ അനശ്വരമാക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമായുള്ള പ്രാർത്ഥനയോടെയാണ് അനുശോചന പ്രമേയം അവസാനിച്ചത്. മേഖലയിലെ സംഘർഷം മൂലം കപ്പൽ ചരക്ക് കൂലി വർദ്ധിച്ച സാഹചര്യത്തിൽ ബഹ്റിൻ തുറമുഖങ്ങളിലെ ഫീസുകൾ താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് MP-മാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യുദ്ധഭീഷണി മൂലമുള്ള അധിക നിരക്കുകളും പാതകളിലെ മാറ്റവും പ്രാദേശിക കമ്പനികളെ പ്രതിസന്ധിയിലാക്കുന്നതായും ഇത് ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ കാരണമാകുമെന്നും MP-മാർ മുന്നറിയിപ്പ് നൽകി. വിതരണ ശൃംഖലയെ സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും നിശ്ചിത കാലയളവിലേക്ക് ഇളവുകൾ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇറാൻ ആക്രമണങ്ങളെ തുടർന്നുള്ള സാഹചര്യം കണക്കിലെടുത്ത് പൗരന്മാരുടെ വ്യക്തിഗത വായ്പാ തിരിച്ചടവ് 3 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്ന് ബഹ്റിൻ പാർലമെന്റ് സർക്കാരിനോട് ശുപാർശ ചെയ്തു. അധിക പലിശയോ ഫീസോ ഈടാക്കാതെ ഈ ആനുകൂല്യം നൽകണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ MP-മാർ ആവശ്യപ്പെട്ടത്. മേഖലയിലെ സുരക്ഷാ സ്ഥിരത കുടുംബ ബജറ്റുകളെ ബാധിക്കാതിരിക്കാനും വിപണിയിലെ പ്രതിസന്ധി മറികടക്കാനും വായ്പകളിൽ താൽക്കാലിക ഇളവ് നൽകുന്നത് സഹായകരമാകുമെന്ന് MP ഖാലിദ് ബു അനാഖ് ചൂണ്ടിക്കാട്ടി. ബഹ്റിനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനകളായ KCA, KSCA, GSS, WMC എന്നിവർ ഗൾഫ് എയറുമായി സഹകരിച്ച് മാർച്ച് 21-ന് ദമാം വഴി തിരുവനന്തപുരത്തേക്ക് ചാർട്ടേഡ് വിമാന സർവീസ് ഒരുക്കുന്നു. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 36446223 33321832 39882437 അല്ലെങ്കിൽ 39433469 എന്നീ നമ്പറുകളിൽ എത്രയും വേഗം ബന്ധപ്പെടണം. യാത്രക്കാർ സൗദി കസ്റ്റംസ് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറം വനിതാ വിഭാഗം 2026 അധ്യയന വർഷത്തേക്ക് മുന്നോടിയായി ബുക്ക് ഷെയർ 2026 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഉപയോഗിച്ച പാഠപുസ്തകങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പുസ്തകങ്ങൾ നൽകാൻ താൽപ്പര്യമുള്ളവർക്കും ആവശ്യമുള്ളവർക്കും 36145191 അല്ലെങ്കിൽ 33304348 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.